എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു നോർത്ത് കർണാടക സ്റ്റൈലിൽ ഒരു മുരിങ്ങക്കായ കൊണ്ടൊരു ഫ്രൈ. നല്ല അടിപൊളി ടേസ്റ്റാ. ചോറിനും ചപ്പാത്തിക്കും എല്ലാം നല്ല ടേസ്റ്റാ. അത് കൂടാണ്ട് ഒരു മീനില്ലാത്തവരെല്ലാം കഴിക്കാൻ പറ്റിയതാ. നല്ല അടിപൊളി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് 2 മുരിങ്ങക്കായ മുറിച്ചിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു അര ടീസ്പൂൺ ഉപ്പും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്കത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അത് വെന്ത് വരുമ്പോഴത്തേക്ക് ഇതിനൊരു മസാല ഉണ്ടാക്കണം. ഇപ്പോൾ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാത്തത് നമുക്ക് ഈ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ കണ്ടോ, വേകുമ്പോഴത്തേക്ക് നല്ലോണം വെന്ത് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്കത് ഇറക്കി വെക്കാം. ആ സമയം കൊണ്ട് നമുക്കൊരു മസാല ഉണ്ടാക്കണം. അതിനായിട്ട് ഒരു മിക്സി ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അര കപ്പ് നിലക്കടല, വറുത്ത കടലയാണ്, കൂടെ 2 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകും ചേർക്കാം. ഞാൻ വെറും മുളക് പൊടിയാണ് ഇട്ട. പിന്നെ ഒരു 5 വെളുത്തുള്ളി അതും കൂടി ഇട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്തിട്ട് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക. പൊടിക്കറേ വല്ലാണ്ടങ്ങ് പൊടിഞ്ഞു പോറും, തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുക ചെയ്യാവും. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച മുരിങ്ങക്കായ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ബാക്കി അതിൽ കുറച്ച് വെള്ളം എന്തായാലും ഉണ്ടാവും. ആ വെള്ളം കൂടി നല്ലോണം വറ്റിപ്പോട്ടെ. അതിന് ശേഷം നമ്മളിപ്പോൾ പൊടിച്ച് വെച്ച മസാല ചേർത്തിട്ട് നല്ലോണം ഇളക്കിയിട്ട് തോർത്തിയെടുക്കാം. അപ്പോൾ ഈ മസാല മൊത്തം മുരിങ്ങയിൽ നല്ലോണം പറ്റിപ്പിടിക്കണം. കണ്ടില്ലേ, നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അത്രയേ ഉള്ളൂ. ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം. പിന്നെ നിങ്ങൾക്ക് ഓയിൽ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഒഴിക്കാം. തേങ്ങ ചേർക്കുന്നവർ ചിലർ തേങ്ങ ചേർക്കും, പക്ഷെ ഞാൻ ഒന്നും ചേർത്തിട്ടില്ല. ഇതാ സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊരിക്കലെങ്കിലും ഉണ്ടാക്കി, ഇപ്പോൾ മുരിങ്ങക്കായുടെ സീസൺ ആയതുകൊണ്ട് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എന്തായാലും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച പുതിയ വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.